ബാർക്കോഴ വിവാദത്തിൽ പുറത്തുവന്ന ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഇടുക്കിയിൽ നടത്തിയ മൊഴിയെടുപ്പ് പൂർത്തിയായി. ശബ്ദ സന്ദേശം അനുമോന്റേതാണെന്ന് ബാർ ഉടമകൾ സ്ഥിരീകരിച്ചു. സ്പൈസ് ഗ്രൂവ് ബാർ ഉടമ അരവിന്ദാക്ഷനെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. ഇളവ് കിട്ടാൻ പണം നൽകിയില്ലെന്നാണ് അരവിന്ദാക്ഷൻ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഈ മൊഴിയെടുപ്പിലും ബാർ ഉടമകളെല്ലാം ഒറ്റക്കെട്ടായ സംഘടന പറഞ്ഞു തന്നെ ആവർത്തിക്കുകയാണല്ലോ അല്ലേ? കെട്ടിടപ്പണിക്ക് വേണ്ടിയായിരുന്നു കാശ്, അങ്ങനെയാണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നു. പ്രധാനമായും അത്തരത്തിലുള്ള ആ ഒരു വാദത്തിൽ തന്നെ ബാർ ഉടമകൾ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രധാനമായും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഈ ഒരു ബാർക്കോഴ വിവാദത്തിന് തുടക്കമെന്നിരിക്കെ സ്പൈസ് ഗ്രൂവ് ബാറിന്റെ ഉടമ അരവിന്ദാക്ഷൻ 2.5 ലക്ഷം രൂപ നൽകി എന്നുള്ളൊരു വാദമാണ് അനിമോൻ ഈ ശബ്ദ സന്ദേശത്തിലൂടെ പറഞ്ഞിരുന്നത്. അത് പ്രകാരമാണ് ഇന്ന് അരവിന്ദാക്ഷനെ ഈ ക്രൈംബ്രാഞ്ച് സംഘം, അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ഇതിലും ഇതേ വാദം തന്നെ, അതായത് താൻ പണം നൽകിയിട്ടില്ല എന്ന ആ ഒരു വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അരവിന്ദാക്ഷൻ. പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് താൻ പണം നൽകിയിട്ടില്ല, താനോ തന്റെ സ്ഥാപനമോ പണം നൽകിയിട്ടില്ല, ഇത്തരത്തിൽ തന്നോട് ആരും തന്നെ പണം ആവശ്യപ്പെട്ടില്ല എന്ന മൊഴി അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അസോസിയേഷന്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുമ്പ് താൻ പണം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും പ്രധാനമായും ഈ അരവിന്ദാക്ഷൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വാദത്തിൽ തന്നെ അരവിന്ദാക്ഷൻ, അതായത് താൻ പണം നൽകിയിട്ടില്ല എന്നൊരു വാദത്തിൽ തന്നെ അരവിന്ദാക്ഷൻ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം ഈ വിവാദ മെസ്സേജ് എത്തിയ വാട്സപ്പ് ഗ്രൂപ്പിലെ ബാറുടമകളായിട്ടുള്ള ആളുകളെ നേരിൽ കണ്ടും ഫോണിൽ വിളിച്ചും എല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആദ്യഘട്ടത്തിൽ മൂന്നാർ, അതുപോലെ തന്നെ അടിമാലി മേഖലയിൽ നേരിട്ടെത്തി ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളായിട്ടുള്ള ബാർ ഉടമകളിൽ നിന്ന് നേരിട്ട് മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം മറ്റ് ബാർ ഉടമകളെ എല്ലാം തന്നെ ഫോണിൽ വിളിച്ച് ഈ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ശേഖരിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുക എന്നുള്ളൊരു തീരുമാനമാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ച് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സംസ്ഥാന വ്യാപകമായി എല്ലാ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് പക്ഷേ അന്വേഷണത്തിൽ വിവരങ്ങൾ ലഭിക്കുന്നില്ല. കെട്ടിട നിർമ്മാണത്തിനാണ് പണം നൽകിയെന്ന ആ ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബാർ ഉടമകൾ. സുബിനാണ് വിവരങ്ങൾ നൽകിയത്.